നാളുകൾ ഒരുപാട് കഴിഞ്ഞു. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അറിഞ്ഞേ തീരൂ. പറയാൻ വിഷമമാണെങ്കിൽ ഒന്ന് എഴുതിക്കൂടെ? ഈ അഡ്രസ് ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. ഐ ലവ് യു. സ്തുതി, കെയർ ഓഫ് കേണൽ നായർ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്നറിയാം, ഒരിക്കലും കളവ് അറിയില്ല എന്നറിയാം. എങ്കിലും ചോദിച്ചു പോവാണ്, നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? വേണ്ട, ഒന്നും പറയണ്ട. മനസ്സിലായി, ഒക്കെ മനസ്സിലായി. നിനക്കൊക്കെ പെങ്ങന്മാര്, എനിക്കുണ്ടോ ഒരു പെങ്ങള്? എന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് അവള്. കുറെ നാളായിട്ട് എന്റെ പെങ്ങടെ പുറകെ നടക്കായിരുന്നുവൻ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് ആരുമില്ലാത്ത നേരത്ത് വീടിനകത്ത് കയറി വന്ന് ഈ എഴുത്തിട്ട് കൊടുത്തിരിക്കുന്നു അവളുടെ മുമ്പിലോട്ട്. ഈ എഴുത്തും കൊണ്ട് എന്റെ പെങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇവന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? വന്ന് ഇവനെ തടവി കൊടുക്കണോ? പറ. തീർന്നിട്ടില്ലടാ, വെച്ചിട്ടുണ്ട് നിനക്ക്. അവനെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. വേണ്ട വേണ്ട, ആരും തൊടണ്ട, ആളെ കൊണ്ടുപോയിക്കോളാം. എന്തൊക്കെയാണ് ഈ കേട്ടെ? എടാ, ഇപ്പൊ ഇവിടെ വെച്ച് നീ സത്യം ചെയ്യണം. ആ പീറപ്പെണ്ണിനെ കാണില്ല, ഓർക്കില്ല, ഇഷ്ടപ്പെടില്ല എന്ന് സത്യം ചെയ്യടാ സുധി. എടാ, ആ വർക്ക് പറഞ്ഞതൊക്കെ കള്ളവാ. ആയിക്കോട്ടെ, എന്നാലും ചെയ്യടാ സത്യം. സത്യം ചെയ്യാനല്ലേ പറഞ്ഞത്? എടാ, സത്യം ചെയ്യാൻ. എന്റെ മിനിയെ ഞാനിനി കാണില്ല, ഓർക്കില്ല, ഇഷ്ടപ്പെടില്ല. സത്യം. രാധു, അച്ഛനെ ഒന്ന് വിവരം അറിയിക്കണം. ഒന്ന് വരാൻ പറ, എനിക്കൊന്ന് കാണണം. അച്ഛൻ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് മിനിയുടെ ചേട്ടനാന്നുള്ള കാര്യം പറയണ്ട. എന്താ എന്താ പറഞ്ഞാല്? ഒക്കെ അവസാനിച്ചതല്ലേ, വീണ്ടും എന്തിനു കുത്തിപ്പോക്കണം? ഹലോ, ഞാൻ സുധിയുടെ ഫ്രണ്ടാ, രാധാമാധവൻ. ആ, എങ്ങനുണ്ട്? സുഖമല്ലേ? അതെ, പിന്നെ സുധിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആ, അത്രേ ഉള്ളോ? പേടിച്ചു പോയല്ലോ. ഞാൻ ഉടനെ വരാം. What do you want? Who are you? രഘുപാൽ. നിക്കണ അവിടെ. അയ്യോ,
കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റർ കേണലല്ലേ? അപ്പൊ ആദ്യം കാണുക. ആളെ മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം. Hands up! പൊക്ക, എത്ര നേരം വേണമെങ്കിലും പൊക്ക. ആദ്യം പിടിച്ച് വലിക്കല്ലേ പ്ലീസ്. എന്റെ പൊന്നു കാണലല്ലേ, വലിക്കല്ലേ വലിക്കല്ലേ. അയ്യോ അങ്ങളെ ചതിക്കല്ലേ. അങ്ങനെ ശ്രുതിയുടെ അച്ഛനാ അത്. അതെ. ശ്രുതിയുടെ അച്ഛനാ. അതെയോ? ആ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ടാ. അതങ്ങ് മാറ്റി. അവിടെ വെക്കണോ? അത് സാരമില്ല. How are you? Fine, how are you? I am also fine. Carry on, carry on. Thank you very much. ആ വട്ടനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. ഇപ്പൊ സംഗതി കുഴഞ്ഞാന്. ആ സുധി എവിടെ? അകത്തുണ്ടല്ലോ, കാണട്ടെ. എന്തൊക്കെ മോനെ? തല്ലിയതാ കുറെ പേര്. ആരൊക്കെയാണ് നിന്റെ ദേഹത്ത് കൈവച്ചത്? പറയാൻ വേണ്ടച്ച, തെറ്റ് എന്റേതാ. അതിനുള്ള ശിക്ഷയാ. അച്ഛൻ എന്നോടൊന്നും ചോദിക്കരുത് ഒരിക്കലും, പ്ലീസ്. ഒക്കെ മറക്കണം എനിക്ക്. ആരെയാ കാണിച്ചത്? വേദനയുണ്ടോ? സാരമില്ല. ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വേണ്ട, അമ്മ ഇപ്പൊ എന്നെ ഇങ്ങനെ കാണണ്ട. അമ്മയോടൊന്നും പറയുകയും ചെയ്യരുത് അച്ഛൻ. പറയോ? അച്ഛാ, ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പിച്ച് ഞാൻ തിരിച്ചു വരിക. അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയൂ അമ്മയോട്. എന്താ മോനെ ഇത്? അമ്മ നിനക്ക് അറിഞ്ഞൂടെ? നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്കും അച്ഛനും? പഠിക്കാൻ മോൻ ആഗ്രഹിച്ചല്ലേ, പഠിച്ചോ, ഒക്കെ ഭേദമാകും. എന്നാലും എന്റെ മോനെ ഇങ്ങനെ തല്യവന്മാരെ. വേണ്ട അച്ഛാ, അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ട. നിക്കവിടെ നിക്കവിടെ. ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലി ചതച്ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നായി അല്ലേ? അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ. വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നെന്ന് നീയല്ലേ? നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിയതും നീയല്ലേ? ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണമെന്ന് അവൻ പറഞ്ഞല്ലേ നിന്നോട്? എന്റെ അന്നൊന്നും മിണ്ടിയില്ല. കത്ത് കൊണ്ടെത്തന്ന ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു. ഇല്ലെങ്കിൽ വാ തുറന്ന് പറയണമായിരുന്നു. കുറെ ചേട്ടന്മാർ ഇവർക്കൊരു ഗുണ്ടകളുണ്ടെന്ന് കരുതി പട്ടിയെ തല്ലുന്നോട് തല്ലിക്ക. സുധിയുടെ അച്ഛൻ. എന്റെ മോന്റെ ദേഹത്ത് തൊട്ടു പറയടാ. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാം പറയടാ. അയ്യോ, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നിങ്ങൾക്കറിയാം. നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. എന്നിട്ട് കൊല്ലും ചേരാന്മാരെ. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് അറിയാടാ, അറിയാം. എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ നിങ്ങള് കൂട്ടുകാര്. കേട്ടല്ലോ എല്ലാം. ആ മനുഷ്യന്റെ ഒറ്റ മോനാ. തല്ലിയതാരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ 3 ചേട്ടന്മാരെ അരിഞ്ഞു നുറുക്കുമാച്ചൻ. അതിനുള്ള കഴിവുണ്ട്, തന്റെ ഇടവുണ്ട്. പൊയ്ക്കോ, ഒരു സുഖമായിട്ട് പഠിച്ചോ. വഴിയിലൊരു ശല്യമായി ഇനി ഒരിക്കലും ഞങ്ങളുടെ സ്തുതി വരില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തല്ലിയതാരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞവൻ കെഞ്ചിയത്. ആ അച്ഛനോട് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്, ഒരിക്കലും തീരാത്ത സങ്കടം.